ഹലോ എവരിവൺ, എല്ലാവർക്കും ലേൺ ഗിറ്റാറിലേക്ക് സ്വാഗതം. ഞാൻ വരുൺ. ഹരികൃഷ്ണൻ എന്ന മലയാളം ഫിലിമിലെ സമയമിതാപൂർവ സായാഹ്നം എന്ന് തുടങ്ങുന്ന സോങ്ങിൻ്റെ ട്യൂട്ടോറിയലാണ് ഞാനിന്നിവിടെ ചെയ്യുന്നത്. എൻ്റെ പല്ലവി പാട്ടാണ് ഞാൻ ചെയ്യുന്നത്. നന്നായി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഇത് വായിക്കാൻ പറ്റൂ. കുറച്ചുകൂടെ ഫാസ്റ്റ് സോങ്ങാണ്. സോ എല്ലാവർക്കും ഈ ട്യൂട്ടോറിയൽ കണ്ട് ലേൺ ചെയ്യാൻ കഴിയട്ടെ. ഹാപ്പി ലേണിംഗ്. പല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് സ്ട്രിങ്ങിലാണ്. തേർഡ് സ്ട്രിങ്ങിലെ ഇ എന്ന് പറയുന്ന നോട്ടാണ്. സാഹിത്യമായിട്ട് നമുക്കറിയാം, അതിനകത്ത് സ്വരങ്ങൾ വരുന്നുണ്ട്. സമയമിതപൂർവ സായാഹ്നം അമൃതം. അപ്പോൾ ആ നോട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് തേർഡ് സ്ട്രിങ്ങിലെ ഇയിൽ നിന്നാണ്. തേർഡ് സ്ട്രിങ്ങിലെ 9ാമത്തെ ഫ്രെട്ടാണ്. അത് ഇ ആണ്. സമയമിത്, ആ സമയമിത് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് തേർഡ് സ്ട്രിങ്ങിലെ 9th ഫ്രെട്ടായ ഇയിൽ നിന്ന്. സമയ, ആ സമയ എന്നുള്ളത് സെക്കൻഡ് സ്ട്രിങ്ങിലെ ഈ 2 നോട്ടുകൾ വരും. 9ഉം 10ഉം ഫ്രെട്ടുകളാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ 10, 9 ആ പ്രൊപ്പോർഷനിലാണ് പോകുന്നത്. അതായത് എയും ജി ഷാർപ്പും. സോ ഇ, എ, ജി ഷാർപ്പ്, ഇ വരും. സമയമിത്, സമയമിത്. സോ തേർഡും സെക്കൻഡ് സ്ട്രിങ്ങുകളാണ്. തേർഡ് സ്ട്രിങ്ങിൽ ഈ ഒരൊറ്റ നോട്ടേ വരുന്നുള്ളൂ, ഇ, 9ാമത്തെ ഫ്രെട്ട്. അതിനുശേഷം സമയമിത്. സമയമിതിലെ ബാക്കി റിമൈനിങ് പാർട്ട് സെക്കൻഡ് സ്ട്രിങ്ങിലെ 9ഉം 10ഉം ഫ്രെട്ടുകളാണ് വന്നേക്കുന്നത്. സമയമിത അപൂർവ. അപൂർവ എന്നുള്ളത് സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെട്ടും ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12th ഫ്രെട്ടും ആണ് വരുന്നത്. അപൂർവ എന്നുള്ളത് സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെട്ട്, ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12th ഫ്രെട്ട്, ഫസ്റ്റ് സ്ട്രിങ്ങിലെ 14th ഫ്രെട്ടാണ്. നോട്ടുകളായിട്ട് പറഞ്ഞാൽ ബി, ഇ, എഫ് ഷാർപ്പ് വരും. സമയമിതപൂർവ, അപൂർവ. കണ്ടില്ലേ? ഓരോ നോട്ട് എടുത്തെടുത്ത് വായിക്കുകയാണെങ്കിൽ സായാഹ്നം. സായാഹ്നം എന്നുള്ളത് സെക്കൻഡ് സ്ട്രിങ്ങിൽ, ഫസ്റ്റ് സ്ട്രിങ്ങിൽ തന്നെ ഡി, സി ഷാർപ്പ്, എ വരും. ഇത് എ ആണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 5th ഫ്രെട്ട് എ ആണ്. സായാഹ്നം, സായാഹ്നം. സോ ഫസ്റ്റ് സ്ട്രിങ്ങിലെ 10, 9, 5 ഫ്രെട്ടുകൾ. നോട്ടായിട്ട് പറഞ്ഞാൽ ഡി, സി ഷാർപ്പ്, എ. ആ എ എന്ന് പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് സ്ട്രിങ്ങിൽ വേണമെങ്കിലും വായിക്കാം. സെക്കൻഡ് സ്ട്രിങ്ങിലെ 10th ഫ്രെട്ട് എ ആണ്. സായാഹ്നം, സായാഹ്നം. കണ്ടോ, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ സൗകര്യാർത്ഥം സെക്കൻഡ് സ്ട്രിങ്ങിലെ ഈ 12th ഫ്രെട്ട് വായിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഒരുമിച്ച് വായിക്കുമ്പം സമയമിതപൂർവ സായാഹ്നം ഇങ്ങനെ വേണമെങ്കിലും വായിക്കാം. അല്ലെങ്കിൽ അമൃതം, അമൃതം. അമൃതം എന്നുള്ളത് തേർഡ് സ്ട്രിങ്ങിലാണ് വായിച്ചിരിക്കുന്നത്. തേർഡ് സ്ട്രിങ്ങിലെ 6th, 9th ഫ്രെട്ടുകളാണ്. അമൃതം എന്നുള്ളത് സെക്കൻഡ് സ്ട്രിങ്ങിലും വരും. സോ തേർഡ് സ്ട്രിങ്ങിൽ 2 നോട്ട്, സെക്കൻഡ് സ്ട്രിങ്ങിൽ 2 നോട്ട്. അതാണ് അമൃതം എന്ന് പറയുന്ന വരിയിൽ വരുന്നത്. അമൃതം. സോ അമൃതം എന്നുള്ളതിലെ 6ാമത്തെ ഫ്രെട്ടായ അമൃതം, സി ഷാർപ്പ്, പിന്നീട് 9th ഫ്രെട്ടായ ഇ, അമൃതം. പിന്നീട് സെക്കൻഡ് സ്ട്രിങ്ങിലെ ജി ഷാർപ്പ് എന്ന് പറയുന്ന നോട്ടാണ്, അതായത് 9ാമത്തെ ഫ്രെട്ട്. അമൃതം, അമൃതം, അമൃതം. ശിവമയ, ശിവമയ എന്നുള്ള നോട്ടാണ് പിന്നെ വരുന്നത്. ശിവമയ സംഗീതം. ശിവമയ എന്നുള്ളത് കണ്ടില്ലേ? ജി ഷാർപ്പ്, എ, ബി, ബി, എ വരും. ജി ഷാർപ്പ്, എ, ബി, എ. ശിവമയ, ശിവമയ. സെക്കൻഡ് സ്ട്രിങ്ങിലെ 9, 10, 12, 10, 9, 10, 12, 10 ഈ ഫ്രെട്ടുകളാണ് വരുന്നത്. ശിവമയ സംഗീതം, സംഗീതം. ആ സംഗീതം എന്നുള്ളത് സെക്കൻഡ് സ്ട്രിങ്ങിലെ
സെക്കൻഡ് സ്ട്രിങ്ങിലെ ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ഇ വരും. സംഗീതം കണ്ടില്ലേ, ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ഇ. പൊസിഷനായിട്ട് പറയുകയാണെങ്കിൽ 975 975 ഇത്ര ഒരുമിച്ച് വായിക്കുമ്പം ഇത് വീണ്ടും വായിക്കും. ഹരിപദമനാതി സോപാനം. അതിന് രണ്ടാമത്തേൽ വായിക്കുമ്പോൾ ഇവിടം വരെ വായിച്ചാൽ മതി. ഹരിപദമനാതി സോപാനം. അമൃതം ശിവമയ ആദ്യത്തേലാണ് വരുന്നത്. രണ്ടാമത്തേനകത്ത് അമൃത സുഖം സങ്. ലിറിക്സ് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. അമൃത അത് 2 തവണ വരും. അമൃത ആ നോട്ട് ഞാൻ പറയാം. സെക്കൻഡ് സ്ട്രിങ്ങിലെ 10-9 ഫ്രെട്ടുകളാണ്. അതായത് എയും ജി ഷാർപ്പും. അമൃത. അപ്പം എ ജി ഷാർപ്പ് എഫ് ഷാർപ്പ് വരും. കണ്ടില്ലേ, എ ജി ഷാർപ്പ് എഫ് ഷാർപ്പ്, വീണ്ടും എ ജി ഷാർപ്പ് എഫ് ഷാർപ്പ് ഇ വരും. അമൃത സ്വരഹൃദയം സ്വരഹൃദയം. സ്വരഹൃദയം എന്നുള്ളത് ഡി തേർഡ് സ്ട്രിങ്ങിലെ ഈ പൊസിഷൻ ഡി ആണ്, 7th ഫ്രെട്ട്. സോ ഡി. അതിന് തൊട്ട് ബാക്കിലെ പൊസിഷൻ എന്ന് പറയുന്നത് സി ഷാർപ്പാണ്, അതായത് 6ാമത്തെ ഫ്രെട്ട്. സോ 7, 6 പൊസിഷൻ വരുന്നുണ്ട് തേർഡ് സ്ട്രിങ്ങിലെ. ഇതാണ് ആ സംഭവം. ഇത് രണ്ടും തേർഡ് സ്ട്രിങ്ങിൽ വരും. തേർഡ് സ്ട്രിങ്ങിലെ 7ഉം 6ഉം പൊസിഷൻ ഡി ആൻഡ് സി ഷാർപ്പ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ വേണേലും വായിക്കാം. കണ്ടില്ലേ, എ ബി. ഇത് എ ബി ആണ്, ഇത് എ ആണ്. 4th സ്ട്രിങ്ങിലെ 7th ഫ്രെട്ട് എന്ന് പറയുന്നത് എ ആണ്. 4th സ്ട്രിങ്ങിലെ 7th ഫ്രെട്ട് എ, 9th ഫ്രെട്ട് ബി. ഓക്കെ, ആ 2 നോട്ടും വരുന്നുണ്ട്. ആ എയും ബിയും വേണേൽ ഇവിടെ വായിക്കാം. തേർഡ് സ്ട്രിങ്ങിലെ 2nd 3rd ഫ്രെട്ടുകളും എയും ബിയും ആണ്. ഇത്രയുള്ള നോട്ട്. അപ്പോൾ ഒരുമിച്ച് വായിക്കുമ്പം ഇതാണ് ആ പാർട്ടിൽ വരുന്നത്. അതിനുശേഷം എന്നന്തരാത്മാവിൽ എന്നുള്ള വരിയാണ്. എന്നന്തരാത്മാവിൽ എന്നുള്ള വരി പോകുന്നുണ്ട്. ഇവിടെ വേണമെങ്കിലും വായിക്കാം. ആ നോട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലെ 9, 10, 12 ഫ്രെട്ടുകളാണ്. അതായത് ജി ഷാർപ്പ് എ ബി. അത് വേണമെങ്കിൽ എന്നന്തരാത്മാവിൽ. ഓരോ നോട്ടും ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണ്. എന്നന്തരാത്മാവിൽ. ആ എന്നന്തരാത്മാവിൽ എന്നുള്ളത് ഓരോന്നും സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം എന്നന്തരാത്മാവിൽ ഇങ്ങനെ വരും. സെക്കൻഡ് സ്ട്രിങ്ങിലെ 9, 10 പൊസിഷനാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 7th ഫ്രെട്ടും, അതായത് ബിയും വരും. സോ ജി ഷാർപ്പ് എ ബി. ജി ഷാർപ്പ് എ ബി പൊസിഷൻ എന്ന് പറഞ്ഞാൽ 9, 10, 7. 9ഉം 10ഉം സെക്കൻഡ് സ്ട്രിങ്ങിലും 7 ഫസ്റ്റ് സ്ട്രിങ്ങിലും. ആത്മാവിൽ. ആത്മാവിൽ എന്നുള്ളത്
ബി ഡി ബി, ആ ഒരു പ്ലക്കിംഗ് സ്റ്റൈലിലാണ് വന്നേക്കുന്നത്. കണ്ടില്ലേ? അതായത് ബി ഡി ബി ഇ വരും. ഇത്രയും ഫസ്റ്റ് സ്ട്രിങ്ങിലെയാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 7ാമത്തെ ഫ്രെട്ട്, 10ാമത്തെ ഫ്രെട്ട്, 7ാമത്തെ ഫ്രെട്ട്, 12ാമത്തെ ഫ്രെട്ട്. ആത്മാവിൽ നിന്നാത്മസല്ലാപം. നിന്നാത്മസല്ലാപം എന്നുള്ളത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12ാമത്തെ ഫ്രെട്ട്, 16ാമത്തെ ഫ്രെട്ട്, 14ാമത്തെ ഫ്രെട്ട്. നിന്നാത്മ ഈ ജി ഷാർപ്പ് 2 തവണ ജി ഷാർപ്പിൽ സ്ട്രൈക്ക് ചെയ്യും. സല്ലാപം എന്നുള്ളത് എഫ് ഷാർപ്പ് എ ജി വരും. നിന്നാത്മസല്ലാപം. ഇത്രയും ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12ാമത്തെ ഫ്രെട്ട്, 16ാമത്തെ ഫ്രെട്ട്, വീണ്ടും 14ാമത്തെ ഫ്രെട്ട്, വീണ്ടും 17ാമത്തെ ഫ്രെട്ട്, 16ാമത്തെ ഫ്രെട്ട്. സോ ഇത്രയും ആണ് ഫസ്റ്റ് സ്ട്രിങ്ങിൽ വരുന്നത്. നോട്ടായിട്ട് ഇ, ജി ഷാർപ്പ്, ജി ഷാർപ്പ്, എഫ് ഷാർപ്പ്, എഫ് ഷാർപ്പ്, എ, ജി ഷാർപ്പ് വരും. ഈ ജന്മം, ഈ ജന്മം എന്നുള്ളത് ഓരോ സ്ട്രൈക്കും വെച്ച് ജി ഷാർപ്പിൽ, എഫ് ഷാർപ്പിൽ, ഇയിൽ. അതായത് 16ാമത്തെ ഫ്രെട്ട്, 14ാമത്തെ ഫ്രെട്ട്, 12ാമത്തെ ഫ്രെട്ട്. ഇതെല്ലാം ഫസ്റ്റ് സ്ട്രിങ്ങിലെയാണ്. 16, 14, 12ാമത്തെ ഫ്രെട്ട്. ഗീതം ജന്മം സംഗീതം, അത് കുറച്ചുകൂടെ സ്പീഡിൽ വരും. ഈ ജന്മം എന്നുള്ളതാണ് ഈ ഓരോന്ന് വായിക്കുന്നത്. രണ്ടാമത്തെ സംഗീതം കുറച്ചുകൂടെ സ്പീഡാക്കി വയ്ക്കുന്നു മുമ്പത്തേക്കാട്ടിലും. അതും ഇതേ നോട്ട് തന്നെ. ജി ഷാർപ്പ്, എഫ് ഷാർപ്പ്, ഇ. 16, 14, 12 ഫ്രെട്ടുകളുടെ പൊസിഷനാണ്. അത് കഴിഞ്ഞ് ഇതേപോലെ ആ നോട്ടുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ ഫസ്റ്റ് സ്ട്രിങ്ങിലെ ഡി, സി ഷാർപ്പ് വരും. 10ഉം 9ഉം പൊസിഷൻ ഫസ്റ്റ് സ്ട്രിങ്ങിലെ ഡിയും സി ഷാർപ്പും. പിന്നീട് സെക്കൻഡ് സ്ട്രിങ്ങിലെ 12ാമത്തെ പൊസിഷൻ, 10ാമത്തെ പൊസിഷൻ, 9ാമത്തെ പൊസിഷൻ. ആ നോട്ട് എന്ന് പറയുന്നത് ബി, എ, ജി ഷാർപ്പ്. അപ്പം അത്രയും ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ ഡി, സി ഷാർപ്പ്, ബി, എ, ജി ഷാർപ്പ്. പിന്നീട് ഈ 2 നോട്ടും തേർഡ് സ്ട്രിങ്ങിലെ എഫ് ഷാർപ്പും ഇയും, അതായത് 11ാമത്തെയും 9ാമത്തെയും ഫ്രെട്ടുകൾ. അത് കഴിഞ്ഞ് ഇങ്ങനെ കൂടെ വരുന്നുണ്ട്. സമഗമപസ സമഗമപസ. ഇത്ര ഒരുമിച്ച് വായിക്കുകയാണെങ്കിൽ സോറി ഇതും കുറച്ച് ഫാസ്റ്റ് സോങ് ആണ്. അതുകൊണ്ട് നോട്ട് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക. നോട്ടിൻ്റെ പൊസിഷൻസ് എല്ലാം ഞാൻ ആൾറെഡി പറഞ്ഞിരുന്നു. നോട്ടിൻ്റെ പൊസിഷൻ കണ്ടതിന് ശേഷം വളരെ പതുക്കെ പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം മാത്രം ആക്ച്വൽ സ്പീഡിൽ ട്രൈ ചെയ്താലേ നിങ്ങൾക്കിത് കിട്ടൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ സോങ് ഗിറ്റാറിൽ വായിക്കാൻ കഴിയില്ല. വളരെ സ്ലോ ആയിട്ട് മാത്രം പ്രാക്ടീസ് ചെയ്യുക. സോ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.